ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോം ഡെക്കോർ ഐറ്റം ആയിട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സോളർ വുഡാണ്. അപ്പോൾ ഈ ഒരു റോളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ. ഇതൊരു വുഡൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ ഹോളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഭാഗങ്ങൾ ആദ്യം ഒഴിവാക്കിയതിന് ശേഷം മാത്രം പെറ്റൽ കട്ട് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടാണ് പെറ്റൽ കട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഒന്നിച്ച് നമുക്ക് 3 എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ പെറ്റലായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പെറ്റലിൻ്റെ ഷേപ്പ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു പേപ്പറിൽ ഒന്ന് ഡ്രോ ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പേപ്പർ ഈ ഒരു വുഡൻ ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോളർ വുഡ് ഇപ്പോൾ എല്ലാ ക്രാഫ്റ്റ് ഷോപ്പിലും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. ഇപ്പോൾ നമ്മുടെ പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കമ്പി മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഫ്ലവർ മേക്കിങ്ങിനൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കമ്പിയാണിത്. ഇനി നമുക്ക് ഫ്ലവർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമുക്ക് ഫ്ലവർ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഞാനിവിടെ 6 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഞാൻ ഗ്ലാസ് മാർക്കിംഗ് ഉപയോഗിച്ചിട്ട് ഒന്ന് എഴുതിയിട്ടുണ്ട്. അത് അക്രിലിക് ഉപയോഗിച്ചിട്ട് എഴുതാം. ഇനി നമുക്ക് ഡ്രൈ ലീവ്സ് ഒന്ന് വെച്ചിട്ട് ഈ ബക്കറ്റിൻ്റെ ഉൾവശം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് സോളാർ വുഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് ഒന്ന് വെച്ച് കൊടുക്കാം. ഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ടൈറ്റാനിയം വൈറ്റ് അക്രിലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്, ഹോം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് നമുക്ക് ഇതിൽ എഴുതി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം.